നമസ്കാരം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല. മ്യാൻമറിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന റോഹിംഗ്യൻസ് മുസ്ലിം അത് വലിയൊരു കഥയാണ്. നിങ്ങളെല്ലാവരെയും വെറുപ്പിച്ചോളൂ, നിങ്ങളെല്ലാവരെയും ദ്രോഹിച്ചോളൂ, നിങ്ങളെല്ലാവരെയും അധിക്ഷേപിച്ചോളൂ. ഒരിക്കൽ എല്ലാവരും കൂടി വരും നിങ്ങളെ തേടി കൂട്ടത്തോടെ. ഓക്കെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈയിടെയായിട്ട് ഒരു 2 ആഴ്ച മുൻപ് 250 പേർ കയറിയ ഒരു ബോട്ട്, 300 ചില്ലാനം പേർ കയറിയ മറ്റൊരു ബോട്ട്, ഈ 2 ബോട്ടിലും കൂടി ഏകദേശം 500-ൽ പരം ആളുകളുണ്ടായിരുന്നു. എല്ലാം റോഹിംഗ്യ മുസ്ലിങ്ങൾ. അവരെയും കൊണ്ടുപോയതാണ് കടലിലേക്ക്. ആ 2 ബോട്ടുകൾ മുങ്ങിപ്പോയി. കൊച്ചുകുട്ടികൾ പകുതിയും കുട്ടികളായിരുന്നു. അതായത് 2 ബോട്ടിലുണ്ടായിരുന്ന 500-ൽ പരം റോഹിംഗ്യകൾ ക്രൂരമായിട്ടുള്ള മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ വിവരം നമ്മളിൽ എത്ര പേരറിഞ്ഞിട്ടുണ്ട്? വിവരം അറിയിക്കേണ്ടുന്ന TV ചാനലുകളൊക്കെ ഉണ്ടല്ലോ, ഓപ്പൺ മീഡിയ, അവരെത്ര പേരെ അറിയിച്ചിട്ടുണ്ട്? ഇനി അറിഞ്ഞവർ അതിങ്ങനെ 2 വാക്കിൽ പറഞ്ഞ് 2 വാചകങ്ങൾ പറഞ്ഞ് പോവുകയാണുണ്ടായത്. പ്രതികരിക്കുന്ന പോലെ പ്രതികരിച്ചു, എന്നാൽ പ്രതികരിച്ചില്ല. അങ്ങനെ ഏതായാലും ഈ സംഭവം ആരെങ്കിലുമൊക്കെ അറിയുന്നത് നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ ചിലത് പറയുന്നു. 10 പേര് കണ്ടാൽ അത്രയായി എന്നർത്ഥം. 12 ലക്ഷത്തോളം റോഹിംഗ്യകൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ തന്നെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. പണ്ടത്തെ ബർമ്മ, മ്യാൻമർ, അവിടെയൊന്നും. അതിൽ കൂടുതലും പകുതിയേറെ കുട്ടികളാണ്. അവർ ജനിച്ചു വീഴുന്നത് തന്നെ അഭയാർത്ഥികളായിട്ടാണ്. ആ കുട്ടികൾക്ക് വിദ്യാലയങ്ങളുടെ പടി കടന്നെത്താൻ വിധിയുണ്ടായിട്ടില്ല. ആ കുട്ടികൾക്ക് എഴുത്തും വായനയും കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, അതീവ സുരക്ഷിതമായിട്ടും സുഭദ്രമായിട്ടും ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഈ കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്, അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, പറ്റുമെങ്കിൽ അത് മറക്കാതെ മനസ്സിൽ നിന്ന് മായാതെ കൊത്തിവെക്കണം. 1948 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ സമയത്ത് തന്നെ 1948 നമുക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയതാണ് മ്യാൻമറിന്, അന്ന് ബർമ്മ. ആ സമയത്ത് മ്യാൻമറിൽ ഉണ്ടായിരുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് അവിടെ സമ്പൂർണ്ണ പൗരത്വ അവകാശമുണ്ടായിരുന്നു. മ്യാൻമറിൽ 91% ബുദ്ധമതക്കാരാണ്, ബുദ്ധമത അനുയായികളാണ്. ഇസ്ലാം ആകട്ടെ 3% മാത്രം, 3.5% മാത്രം. ജനസംഖ്യയിൽ ന്യൂനപക്ഷമായിരുന്നെങ്കിലും റോഹിംഗ്യൻസിന് അവിടെ ബുദ്ധമതക്കാരോടൊപ്പം ഒരേ സ്റ്റാറ്റസ് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. 1962 ദേശീയ പൗരത്വ പട്ടിക, ആ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ റോഹിംഗ്യൻ എന്നൊരു പേരുണ്ടായിരുന്നില്ല. അതേസമയം 1960-62 കാലഘട്ടത്തിൽ
മ്യാൻമറിലെ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ആൾ പോലും ഒരു റോഹിംഗ്യൻ മുസ്ലിമായിരുന്നു. സർക്കാരിലെ ജനസംഖ്യ അനുപാതത്തിനും മേലെയായിട്ട് റോഹിംഗ്യൻസിന് ജനപ്രാതിനിധ്യവും ഉണ്ടായിരുന്നു. എന്നാൽ 1974 ആയപ്പോൾ കഥ മാറി. 1948 സ്വാതന്ത്ര്യം കിട്ടി. 10-25 കാൽ നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഗതി മാറി. മനസ്സിലാക്കണം, ക്രമാനുഗതമായിട്ടാണ് ഗതിമാറ്റം നടക്കുന്നത്. 1974 ആയപ്പോൾ കഥ മാറി. വിദേശ രജിസ്ട്രേഷൻ കാർഡുകളിൽ റോഹിംഗ്യൻസ് മുസ്ലിംസ് ഞങ്ങളുടെ രാജ്യക്കാരല്ല എന്ന് മ്യാൻമർ സർക്കാർ പ്രഖ്യാപിച്ചു. അതിനുശേഷമുണ്ടായ പല പ്രശ്നങ്ങൾക്കും മേലെയായിട്ട് 1978-82 ആ സമയമായപ്പോൾ അന്ന് വന്ന പൗരത്വ നിയമം, ഇത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൗരത്വ നിയമം, പൗരത്വം ഇന്ത്യയിലും വളരെ വലിയ രീതിയിൽ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണിപ്പോൾ. 1978-82 ആയപ്പോൾ അന്ന് വന്ന പൗരത്വ നിയമത്തിൽ റോഹിംഗ്യകൾ മ്യാൻമാർ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞില്ലേ? അങ്ങനെ 2.5 ലക്ഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ രാജ്യമില്ലാത്തവരായി മാറി. അവർ സ്വന്തം രാജ്യത്തിൽ അഭയാർത്ഥികളായി മാറി. മാത്രമല്ല, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു, കൊച്ചു കുഞ്ഞുങ്ങളടക്കം. 2014 റോഹിംഗ്യകളെ സെൻസസിന് തന്നെ പരിഗണിക്കാതെ പുറത്തായി. മനുഷ്യ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ലെന്നർത്ഥം. അഭയാർത്ഥികൾക്ക് പോലും ഇത്ര അഭയാർത്ഥികളൊന്നും കിടക്കുന്നുണ്ടല്ലോ, അതുപോലുമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു നിർദ്ദേശം മ്യാൻമാർ സർക്കാർ അവരുടെ മുമ്പാകെ വെച്ചു. റോഹിംഗ്യകളുടെ സർവ്വ ഐഡൻറ്റിറ്റികളും ഉപേക്ഷിക്കണം. മതപരമായിട്ടുള്ളതും വിശ്വാസപരമായിട്ടുള്ളതും ഇപ്പോൾ അവർ അനുവർത്തിച്ചു വരുന്നതുമായിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റികളും ഉപേക്ഷിക്കണം. പ്രശ്നം ഇപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒറ്റ വാക്കുകളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. മതമാണ് 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 പ്രശ്നം. മനസ്സിലായല്ലോ. അതുകൊണ്ട് റോഹിംഗ്യകളുടെ എല്ലാ ഐഡൻറ്റിറ്റികളും ഉപേക്ഷിക്കണം. തങ്ങൾ മ്യാൻമാറുകാരും തന്നെയല്ല, ഞങ്ങൾ ബർമ്മക്കാർ, മ്യാൻമാറുകാരല്ല, ബംഗാളികളാണെന്ന് പരസ്യമായിട്ട് അംഗീകരിക്കണം. റോഹിംഗ്യകൾ സ്വയം തങ്ങൾ ബംഗാളികളെന്ന് വിളിക്കണം. അങ്ങനെ ചെയ്താലും അവർ മ്യാൻമാർ പൗരന്മാരാകണമെന്നില്ല, ആക്കില്ല. എങ്കിലും ഏറെ പരിമിതമായിട്ടുള്ള ചില അവകാശങ്ങൾ നൽകും. മ്യാൻമാറിൽ അവർക്ക് കഴിഞ്ഞുകൂടാം, അത്രമാത്രം. 2016, 20 വർഷങ്ങൾക്ക് മുൻപ് ഈ തീരുമാനത്തിൻ്റെ പേരിൽ അവർക്ക് ചില കാർഡുകൾ പോലും വിതരണം ചെയ്യപ്പെട്ടു. അതിനുശേഷം 2017 90% റോഹിംഗ്യകളും നിർദാക്ഷിണ്യം ചവിട്ടി പുറത്താക്കപ്പെട്ടു. കൃത്യമായിട്ടും അവരെ ബലം പ്രയോഗിച്ച് പുറത്താക്കി. എവിടേക്ക് പോകാൻ? മ്യാൻമാറിൽ നിന്ന് പുറത്താക്കി മറ്റൊരു ദേശത്ത് അവരെ സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. രാജ്യമില്ലാത്ത രാജ്യം കടലിൽ ചങ്ങാടത്തിന്മേലും കിട്ടിയ ബോട്ടിന്മേലും വഞ്ചികളിലും കയറി കടലിലേക്ക് പോകുകയാണ് അവർ. ആരെങ്കിലും രക്ഷിച്ചാലായി. ആ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർ വാക്കത്തിക്ക് ഇരയാകും, ബുദ്ധമതാനുയായികളുടെ. പിന്നെ കാട്ടിലേക്ക് അങ്ങനെ ഒരുപാട് പേര് കടലിൽ പോയിട്ട് മുങ്ങിച്ചത്തു. ഏതായാലും അവരെല്ലായിടത്തും ആട്ടി ഓടിക്കപ്പെട്ടു. പിന്നീട് അവർ രക്ഷ തേടി എവിടേക്കെന്നില്ലാതെ അലയുകയാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുകയാണ്. കിട്ടിയ ബോട്ടുകൾ, കിട്ടിയ വഞ്ചികൾ, കിട്ടിയ ചങ്ങാടങ്ങൾ, അതിൽ ഗതികെട്ടവരായി അവർ യാത്ര ചെയ്യുകയാണ്. എവിടെയെങ്കിലും ചെന്ന് എത്തിപ്പെടും എന്നുള്ള ധാരണയിൽ അവർ ഗതികെട്ടവരായി മാറി. തീർത്തും നരക ജീവിതം തന്നെ. ഏറ്റവും സങ്കടം, ആ കൂട്ടത്തിൽ നിരപരാധികളായിട്ടുള്ള കൊച്ചു കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും
ഇതെല്ലാം വായിക്കുന്നവർക്ക് ഓർമ്മ വരേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടമാടുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മയിലേക്ക് കടന്നു വരേണ്ടത്. ഇവിടെയും ഇപ്പോൾ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ചില പുതിയ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. പൗരത്വ നിയമങ്ങൾ, പൗരത്വ നിയമ പ്രശ്നങ്ങൾ, പാസ്പോർട്ട് നിഷേധങ്ങൾ, പൗരത്വ നിഷേധങ്ങൾ, ഇതൊക്കെ ഇവിടെയും നടമാടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നീണ്ട 3/4 നൂറ്റാണ്ടിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ് മ്യാൻമാറിലെ സമ്പൂർണ്ണ പൗരത്വമുണ്ടായിരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക്, അവിടുത്തെ ആരോഗ്യമന്ത്രി പോലും റോഹിംഗ്യൻ മുസ്ലിമായിരുന്നു 1948, 1960, 62 കാലഘട്ടത്തിൽ. അങ്ങനെ അവരോടൊപ്പം ബുദ്ധമതാനുയായികളോടൊപ്പം ജീവിച്ചിരുന്ന ഈ റോഹിംഗ്യൻ മുസ്ലിംസ് പിന്നീട് തമ്മിൽ കണ്ടുകൂടാത്തവരായി മാറി, തമ്മിൽ വെറുക്കപ്പെട്ടവരായിട്ട് മാറി. എന്താണ് കാരണം? ഒരു കാരണവുമില്ല, വേറെ ഒരു കാരണവുമില്ല, മതമാണ് കാരണം. സംയമനമില്ല, തമ്മിൽ അടുക്കാനുള്ള ശ്രമമില്ല, അടിക്കാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടാൻ ആളുകളുമുണ്ട്. ഇതെല്ലാം വായിക്കുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം കേട്ടോ. 3/4 നൂറ്റാണ്ട് കൊണ്ടാണ്, 3/4 നൂറ്റാണ്ട് സമയമെടുത്തിട്ടാണ് റോഹിംഗ്യകളെ സാവധാനം മ്യാൻമാർ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം, ബുദ്ധ സമുദായം ചത്തു ജീവിക്കുന്നവരാക്കി മാറ്റിയത്. അവരെ രാജ്യമില്ലാത്തവരാക്കി മാറ്റി. അവർ അക്ഷരാർത്ഥത്തിൽ നടുക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവിടെ പ്രശ്നം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. റോഹിംഗ്യൻസ് മുസ്ലിംസ് ഈ തീരാ ദുരിതത്തിലേക്ക്, കുംഭീഭാഗ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതിൻ്റെ പുറകിൽ ഒറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? മതം, മതം, മതം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മതമാണ് പ്രശ്നം. അവിടെയും അത് തന്നെയാണ് പ്രശ്നമായത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ഈ റോഹിംഗ്യൻ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടതാണ്. അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, മുമ്പ് പറഞ്ഞാൽ മനസ്സിലത് കൊത്തിവെക്കണം, എന്നും ഓർമ്മയുണ്ടായിരിക്കണം. ഇന്ന് നിങ്ങളെല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളെല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളെല്ലാവരെയും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ എല്ലാവരും ചേർന്ന് നിങ്ങളെ തേടി വരും കേട്ടോ, കൂട്ടത്തോടെ. നമസ്കാരം.